പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ 3-ാം അധ്യായം അതിന്റെ 14-ാമത്തെ തിരുവചനം വായിക്കുന്നു. എല്ലാവരും ശ്രദ്ധിക്കുക. യെസ്. ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഒന്നും കൂടെ ഒന്ന് വായിച്ചേ. 14. എല്ലാവരും ശ്രദ്ധിച്ച് നമുക്ക് എല്ലാവരും ഒന്നിച്ചൊന്ന് വായിക്കാം. ഒന്ന് ഞാൻ ചെയ്യുന്നു പിമ്പിലുള്ളത് മറന്നും മുമ്പിലുള്ളതിന് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഹല്ലേലൂയ. അല്ലെങ്കിൽ സഹോദരങ്ങളെ, എനിക്കൊരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. കഴിഞ്ഞതൊക്കെ മറന്ന് മുമ്പിലുള്ളത് മാത്രം ലക്ഷ്യമാക്കി ദൈവം ക്രിസ്തുയേശുവിൽ എന്നെ വിളിച്ച സ്വർഗീയ വിളിയുടെ പുരസ്കാരം നേടാനായി ലക്ഷ്യത്തിലേക്ക് വിരുന്നിനായി ലാക്കിലേക്ക് ഓടുന്നു. ഒരിക്കൽ കൂടെ വായിക്കുന്നു. ഞാൻ NIV മലയാളം വായിക്കുന്നു. സഹോദരങ്ങളെ, എനിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ. കഴിഞ്ഞതൊക്കെ മറന്ന് മുമ്പിലുള്ളത് മാത്രം ലക്ഷ്യമാക്കി ദൈവം ക്രിസ്തുയേശുവിൽ എന്നെ വിളിച്ച സ്വർഗീയ വിളിയുടെ പുരസ്കാരം നേടുന്നതിനായി ലക്ഷ്യത്തിലേക്ക് ഓടുന്നു. എത്ര മനോഹരമായ തിരുവചനമാണ്. ഈ ദൈവവചനം വായിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് യൂറോപ്പിന്റെ പ്രദേശത്ത് തുടങ്ങിയ ആരംഭം കുറിച്ച ആദ്യത്തെ സഭയാണ് ഫിലിപ്പിയിലെ ദൈവസഭ. യെരുശലേമിലും യഹൂദയൊക്കെ കഴിഞ്ഞ് യൂറോപ്പിന്റെ മണ്ണിലേക്ക് സഭ പിറന്നത് ഈ ഫിലിപ്പിയിലാണ്. ആ ഫിലിപ്പിയിലെ സഭയ്ക്ക് ഈ ലേഖനം എഴുതുന്ന അപ്പോസ്തലനായ പൗലോസ് ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ട് സുവിശേഷം നിമിത്തം കാരാഗ്രഹത്തിൽ കിടക്കുന്ന അവസ്ഥയാണ്. അപ്പം എഴുതുന്ന എഴുത്തുകാരന് നല്ല സന്തോഷമുള്ള അവസ്ഥയല്ല. വെളിയിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന് കുഴപ്പമില്ല. വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ദൈവനാമം നിമിത്തം ജയിലിൽ കിടക്കുന്ന, കാരാഗ്രഹത്തിൽ കിടക്കുന്ന അവസ്ഥയാണ്. എന്നിട്ട് ഈ 3-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയാൻ ഉദ്ദേശിക്കുന്നത് തന്റെ ജീവിതത്തിലെ കഴിഞ്ഞ നാളുകളിലെ നേട്ടങ്ങളും, നീ ശ്രദ്ധിച്ചോണം, കഴിഞ്ഞ കാലങ്ങളിലെ നേട്ടങ്ങളും മതപരമായും കുടുംബപരമായും തനിക്കുണ്ടാകുന്ന എല്ലാ പൊസിഷനുകളും ചപ്പും ചവറും പോലെ തോന്നുന്നു. കാരണം കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം ജീവിതത്തിൽ കിട്ടിയപ്പോൾ. ശ്രദ്ധിക്കണം, തന്റെ സ്റ്റാറ്റസ്, താൻ നേടിയെടുത്തത്, തന്റെ അനുഭവങ്ങൾ, ഇതെല്ലാം ഒന്നുമായിട്ട് തോന്നുന്നില്ല. ഒരു വലിയ നിലയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ താഴെ കാണുന്ന വലിയ മരങ്ങൾ ഒരു മുട്ടുസൂചി പോലെ തോന്നുന്നേ പോലെ അപ്പുറത്ത് എനിക്കിതൊന്നും വലുതായിട്ട് തോന്നുന്നില്ല. കാരണം ഞാൻ കർത്താവിന്റെ പരിജ്ഞാനം എന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യാണ്? അറിഞ്ഞിരിക്കുക. അതാണ് 3-ാം അധ്യായത്തിൽ പറയുന്നത്. 3-ാം അധ്യായം 1 തൊട്ട് ഇങ്ങനെ വായിച്ചു വരുമ്പോൾ ഇതാണ് പറയുന്നത്. കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം എന്റെ ജീവിതത്തിൽ കിട്ടിയപ്പോ എനിക്കിതൊന്നും എന്ത് ചെയ്യുന്നില്ല, ചപ്പൊന്നും ചവറെന്നും എണ്ണുന്നു. അപ്പൊ യേശു കർത്താവിനെ കുറിച്ച് കൂടുതൽ അറിയുമ്പോ ഈ മറ്റേതെല്ലാം നമുക്ക് വലുതായിട്ടൊന്നും തോന്നത്തില്ല. ഞാൻ കഴിഞ്ഞ ബുധനാഴ്ചയും പറഞ്ഞു വേറൊരു മെസ്സേജുമായി ബന്ധപ്പെട്ട്. നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴാണ് നമുക്കൊരു 3 നില ബിൽഡിങ് വലിയ ബിൽഡിംഗ് ആയിട്ട് തോന്നുന്നത്, അല്ലെങ്കിൽ 7 നില ബിൽഡിംഗ്, 8 നില ബിൽഡിംഗ് വലിയ ബിൽഡിംഗ് ആയിട്ട് നമുക്ക് തോന്നുന്നത് നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴാണ്. ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ 7 നില, 8 നില, 15 നില ഭയങ്കരമായിട്ട് തോന്നും. എന്നാൽ അതിനും മീതെ ഉയരത്തിൽ അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ അതുപോലത്തെ അനുഭവത്തിൽ ഉയർന്നു പൊങ്ങി നടക്കുമ്പോൾ അവിടുന്ന് താഴോട്ട് നോക്കുമ്പോൾ നമ്മുടെ ചെറിയ ഒരു നില ബിൽഡിംഗ് പോലും തോന്നത്തില്ല. അതിലും താഴെ ചെറിയ പൊട്ടു പോലെ എന്തോ ഒന്ന് വരച്ചു വെച്ചിരിക്കുന്ന, കുത്തു വെച്ചിരിക്കുന്ന പോലെ നമ്മൾ കൊച്ചു പിള്ളേർക്കൊക്കെ വരയ്ക്കത്തില്ല, ഇങ്ങനെ കുത്തു വെച്ചിരിക്കുന്നത്. ഇതേപോലെ സംഭവമായിട്ട് ഉയരത്തിൽ കയറി നിൽക്കുമ്പോൾ തോന്നത്തുള്ളൂ. അപ്പൊ യേശു കർത്താവിനെ കുറിച്ച് കൂടുതൽ അറിയുമ്പോ ഈ ലോകത്തിൽ കാണുന്ന സകലതിനോടും നമുക്ക് വലിയ ഇൻട്രസ്റ്റ് തോന്നത്തില്ല. കാരണം എന്ന് വെച്ചാൽ കർത്താവിനെ കുറിച്ചുള്ള പരിജ്ഞാനം അകത്ത് കയറിയപ്പോ പൗലോസ് പറയാ എനിക്കൊന്നും തോന്നുന്നില്ലെന്ന്.
അതുകൊണ്ടാണ് കാരാഗ്രഹത്തിൽ കിടന്നിട്ടും ഫിലിപ്പിയിലെ സഭയോട് പറയാ കർത്താവിൽ സന്തോഷിപ്പാൻ. നിങ്ങൾക്ക് വിഷമമായിരിക്കാം ഞാൻ ഇതിനകത്ത് കിടക്കുന്നതുകൊണ്ട്, പക്ഷെ എനിക്ക് ഒരു പ്രശ്നവും തോന്നുന്നില്ല. നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പി. ഇത് പറഞ്ഞിട്ട് 12, 13, 14 നമ്മൾ വായിച്ച വചനം. 12, 13, 14 വരുമ്പോൾ ഓർമ്മിപ്പിക്കുകയാണ് ഫിലിപ്പിയിലെ സഭയെ, ബിലോഡ് ചർച്ച്, നമ്മളെല്ലാവരും ഒരു ഓട്ടത്തിലാണ്. നമ്മളെല്ലാവരും ഒരു ഓട്ടത്തിലാണ്. ഓരോ വിശ്വാസിയും ഒരു ഓട്ടക്കളത്തിൽ ഓടുന്നവരാണ്. ഇതെല്ലാവരും ശ്രദ്ധിക്കണം. നമ്മളെല്ലാം ഒരു മത്സരത്തിൽ, ഓട്ട മത്സരത്തിൽ ഓടുന്ന ഒരു വ്യക്തിക്ക് സാദൃശ്യമായിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ കിടന്ന് ഫിലിപ്പിയിലെ ദൈവമക്കളോട് പറയുന്നത്, നമ്മളെല്ലാം ഒരു ഓട്ടക്കളത്തിൽ. പക്ഷെ ഇന്ന് നമ്മുടെ ജീവിതം നോക്കുമ്പോൾ ചിലരുടെ ഓട്ടം വളരെ പാഷനോടെ, ആവേശത്തോടെ ഓടുന്നവരെ നമുക്ക് കാണാം. എന്നാൽ വേറെ ചിലര് ഒന്ന് ടയേർഡായി, ക്ഷീണിച്ച് നിൽക്കുന്നവരെ നമുക്ക് കാണാൻ പറ്റും. ടയേർഡായി, ഓടാൻ വയ്യ. വേറെ ചിലർ അങ്ങ് സ്ലോ ഡൗൺ ആയി, ഒന്നി നിന്ന അവസ്ഥയാകാം, അല്ലെങ്കിൽ പതുക്കെ പതുക്കെ നിൽക്കുന്ന അവസ്ഥയാകാം. അത് അവരുടെ ജീവിതത്തിൽ ഉള്ള പ്രശ്നം, നിരാശ, അവർ നേടുന്ന ആത്മീയ യുദ്ധം, ഇതൊക്കെ ജീവിതത്തിൽ വന്ന് ചിലരെന്ത് ചെയ്തു? ഓട്ടം സ്ലോ ഡൗൺ ആക്കി. ചിലരെന്തൊക്കെയോ കാരണം കൊണ്ട് നിരാശ കയറി ആ ഓട്ടം ഭയങ്കര ഭാരമായി ചിലർക്ക് തോന്നുന്നു. പക്ഷെ വേറെ ചിലർ എന്തു ചെയ്യുന്നു? പാഷനോടെ, വീണ്ടും ആവേശത്തോടെ, പല സാഹചര്യം അവന് പ്രതികൂലമാണ് എങ്കിൽ വീണ്ടും അവൻ ഓടുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മളെല്ലാവരും ഓട്ടക്കളത്തിലാണ്. അത് അപ്പോസ്തലനായ പൗലോസ് ഓർപ്പിക്കുന്ന ഫിലിപ്പിയിലെ സഭയെ. ഞാൻ കാരാഗ്രഹത്തിൽ, പക്ഷെ നിങ്ങളോടൊരു കാര്യം പറയാം. താനത് പറയാൻ കാരണം, പ്രശംസിക്കാനാണെങ്കിൽ എനിക്ക് ഒത്തിരി കാര്യം പ്രശംസിക്കാനുണ്ട്. ആ വാക്ക് നിങ്ങൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. അതിന്റെ 3 വായിച്ച്, 3, 4. നാമല്ലോ പരിച്ഛേദനക്കാർ ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും, നമ്മൾ ദൈവത്തെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും. നമ്മൾ എങ്ങനത്തുള്ളവരാ? ദൈവത്തെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവർ. നമ്മൾ ആരിലാ പ്രശംസിക്കണ്ടേ? ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും. ജഡത്തിൽ, നമ്മളിലുള്ള അനുഭവങ്ങളിൽ, നമ്മുടെ വിൽ പവറിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. തൊട്ടടുത്ത്, പക്ഷേ എനിക്ക് ജഡത്തിലും ആശ്രയിപ്പാൻ വകയുണ്ട്. മറ്റാർക്കാനും ജഡത്തിൽ ആശ്രയിക്കാം എന്ന് തോന്നിയാൽ എനിക്ക് അധികം. അപ്പം പൗലോസ് പറയാം, നമ്മുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം? ദൈവത്തെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും കർത്താവിൽ എന്ത് ചെയ്യണം? പ്രശംസിക്കുകയും ചെയ്യണം. നമ്മൾ ആരും ജഡത്തിൽ എന്ത് ചെയ്യരുത്? ആശ്രയിക്കും, പ്രശംസിക്കും. ഇനി പൗലോസ് അങ്ങനെ ജഡത്തിന്റെ കാര്യം പറയാനാണെങ്കിൽ നിങ്ങളെക്കാൾ എനിക്ക് എന്തുണ്ട്? പറയാനുണ്ട്. അല്ല, ഞാനിങ്ങനെ വെറുതെ കാരാഗ്രഹത്തിൽ കിടക്കുന്ന സാധാ വ്യക്തിയായിട്ട് നിങ്ങൾ എന്നെ കാണരുത്. ജഡത്തിൽ നിങ്ങൾ പ്രശംസിക്കാനുണ്ടെങ്കിൽ എനിക്ക് അതിനേക്കാൾ പ്രശംസിക്കാനുണ്ട്. ഞാൻ ആരാന്നറിയാം? താഴോട്ട് വായിക്കുന്നു. 8-ാം നാളിൽ പരിച്ഛേദന, യഹൂദ പ്രമാണം അനുസരിക്കുന്നു. ഇസ്രായേലിന്റെ ജാതി, ബെന്യാമീൻ ഗോത്രവും കുലവും ജാതിയൊക്കെ നോക്കിയാൽ ലോകത്തിന്റെ കണ്ണിൽ ഞാൻ ആരാ? വലുതാ. പ്രശംസിക്കാനാണെങ്കിൽ ഞാൻ ഇതിലും പറയാൻ പറ്റും. അടുത്ത്, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ. മതി, ഇതൊക്കെ എനിക്ക് പറയാനുണ്ട്. പക്ഷേ 7-ഉം 8-ഉം ഒന്ന് വായിച്ചേ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. ക്രിസ്തുവിൽ വന്നപ്പോ എനിക്ക് ഇതൊന്നും ഒന്നും അല്ലെന്ന്. അടുത്തത്, അത്രയുമല്ല എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിന്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. അവ കർത്താവിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോ ഇതെല്ലാം എനിക്ക് എന്ത് ചെയ്യുന്നു? അപ്പൊ നമ്മൾ ഒന്ന കാര്യമുള്ളൂ,
കർത്താവിനെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ജഡത്തിൽ പ്രശംസിക്കാതെ കർത്താവിൽ ഹല്ലേലൂയ ആശ്രയിക്കുകയും ചെയ്യുന്നവർ, പ്രശംസിക്കുകയും ചെയ്യുന്നവരായി മാറണം. ഇത് പറഞ്ഞിട്ടാണ് 12, 13, 14 വരുമ്പോൾ നമ്മൾ എല്ലാവരും എന്ത് ചെയ്യാണ്? ഒരു ഓട്ടക്കളത്തിലാണ്. നമ്മളെല്ലാവരും എന്താണ്? ഓട്ടക്കളത്തിലാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ക്രിസ്തീയ ജീവിത യാത്രയിൽ ചിലര് സാഹചര്യങ്ങളും സമ്മർദ്ദങ്ങളും ജീവിതത്തിൽ നേരിടുന്ന യുദ്ധങ്ങളും ആത്മീയ യുദ്ധങ്ങളും ഒക്കെ കൊണ്ട് ചില ഓട്ടങ്ങൾ സ്ലോ ഡൗൺ ആയി. അവരെല്ലാം നല്ല രീതിയിൽ ഇറങ്ങി തിരിച്ചതാ. സ്ലോ ഡൗൺ ആയി. ചിലര് തളർന്നു, ചിലരൊക്കെ ക്ഷീണിച്ചു, മുന്നോട്ട് പോകാൻ വയ്യ. പക്ഷെ അതിന്റെ ഒക്കെ മധ്യത്തിൽ വേറൊരു ഗ്രൂപ്പ് ഉണ്ട്, ഇപ്പോഴും ആവേശത്തോടെ പാഷനോടെ വിളിച്ചിറക്കിയ ദൈവത്തിനായി ഓട്ടക്കളത്തിൽ ഓടുന്നവരായി തീരുക. ഇന്ന് എന്റെ മെസ്സേജ് എന്തിനാണെന്നറിയാമോ? നിങ്ങളെ ഒന്ന് ഓർപ്പിക്കുക. നമ്മളെ എല്ലാം വിളിച്ചത് ശക്തിയോടെ ഓടാനാണ് ദൈവം വിളിച്ചത്. ഇന്ന് ഈ മെസ്സേജ് എന്തിനാ പറയുന്നത്? ഓടാനാ വിളിച്ചതെന്ന് മാത്രം ഓർമ്മിപ്പിക്കുകയല്ല. ജീവിതത്തിന്റെ ഓട്ടത്തിൽ ക്ഷീണിച്ചും തളർന്നും ടയേർഡായി എനിക്ക് മുന്നേറാൻ പറ്റുന്നില്ല എന്ന് പറയുന്നവനെ ശക്തിപ്പെടുത്തി ആ ബന്ധനങ്ങളെ പരിധികളെ പൊട്ടിച്ച് നിന്നെ വീണ്ടും ഓടിക്കുന്ന ദൈവ നിയോഗത്തിലേക്ക് കയറ്റിവിടുന്ന ഒരു പകലാണ് ഈ പകലത്തെ ആരാധന, ഈ വചന ശുശ്രൂഷ. ഇനി 12, 13 വായിച്ചു. ഒന്ന് ബാക്കിലോട്ട് കാണിച്ചോ. ബാക്കിലോട്ട് കാണിച്ചോ. ലഭിച്ചു കഴിഞ്ഞോ എന്നോ തികഞ്ഞവനായി എന്നോ അല്ല, ഞാൻ ക്രിസ്തുയേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടർന്നതേ ഉള്ളൂ. നിങ്ങൾ നോക്കുമ്പോ എനിക്ക് ചിലതൊക്കെ കിട്ടിയതുപോലെ തോന്നും, പക്ഷെ ഞാൻ അത് ലഭിച്ചതിൽ തൃപ്തിപ്പെടുന്നില്ല. ഞാനത് ലഭിച്ചതിൽ തൃപ്തിപ്പെടുന്നില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു ഓട്ടക്കളത്തിൽ ഓടാൻ നിൽക്കുന്നു. ആ ഓടുന്ന ഒരു രാജ്യത്തിന്റെ ആളാന്ന് വിചാരിച്ചു. നമ്മൾക്ക് നമ്മുടെ ഇന്ത്യയുടെ കാര്യം എടുക്കുക. ഇന്ത്യക്ക് വേണ്ടി ഓടുന്ന ഒരാൾ എടുക്കുക, ട്രാക്കിൽ ഓടുകയാണ്. ആ ഓടാൻ നിൽക്കുന്ന വ്യക്തി ആരവാരവും കയ്യടിയും ഫ്ലാഗ് പൊക്കി കാണിക്കുന്നതും ഗാലറിയുടെ ശബ്ദം, ഒരു ഭയങ്കര വൈബ് ഓളമാണ്. ഇതെല്ലാം കൂടെ കണ്ടിട്ട് കുറച്ച് ഓടിയിട്ട് എനിക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടി, ഞാൻ രാജ്യത്തിന്റെ പ്രശംസയായി എന്ന് പറഞ്ഞ് ഓട്ടം നിർത്തിയാൽ എങ്ങനെ ഇരിക്കും? അതിനാണോ ഓടിയത്? ഈ ഓട്ടം ഓടാൻ തുടങ്ങിയത് ഇതിനാണോ? ആ ഗാലറിയുടെ 10,000 കൈയടിക്കാണോ? അല്ല. അവനെ അപ്പ പറയുന്ന ശബ്ദം കേൾക്കാനാണോ? അല്ല. എന്തിനാ ഓടുന്നേ? ഓടി ജയിച്ചാൽ രാജ്യം ഇത്ര മെഡൽ തരും, ഇത്ര രൂപ തരും, ഇത്ര ജോലി തരും. ഇത് മാത്രം കേട്ടിട്ട് ഒരാൾ പകുതി വെച്ച് നിർത്തിപ്പോയാൽ എങ്ങനെ ഇരിക്കും? അതാ പൗലോസ് പറയുന്നത്, ലഭിച്ചതൊന്നും ഞാൻ നിൽക്കുന്നില്ല, ഇറങ്ങി തിരിച്ചത് അപ്പുറത്തൊരു പ്രൈസ് വെച്ചിട്ടുണ്ട്. ഈ മറ്റേതെല്ലാം എന്താണ്? പ്രോത്സാഹനമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ ഇറങ്ങി തിരിച്ചു, നമ്മുടെ അവസ്ഥയ്ക്ക് ഒരു മാറ്റം വരുത്തി, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജോലി ലഭിച്ചു, നമ്മുടെ വരുമാന മാറ്റത്തെ കർത്താവ് ബ്ലസ് ചെയ്തു, അല്ലെ വസ്തു തന്നു, വീട് തന്നു, സാഹചര്യങ്ങൾക്ക് മാറ്റം ദൈവം തന്നു, വീട്ടിൽ സമാധാന അന്തരീക്ഷം തന്നു. ഇതെല്ലാം പ്രോത്സാഹന സമ്മാനം. അപ്പം അടുത്തിരിക്കുന്ന ഇതെല്ലാം പ്രോത്സാഹന സമ്മാനമാണെന്ന് പറഞ്ഞു. ഇതെന്തിനാ തന്നേ? കഴിഞ്ഞ വർഷം എന്തിനാ തന്നേ? ഈ വർഷം നീ ഓടാൻ വീണ്ടും. ഈ വർഷവും ദൈവം ചിലർക്ക് തരും ചിലത് നന്മകൾ. അത് പ്രാപിക്കാനല്ല ഓടുന്നേ, വേറൊരു സാധനത്തിനാ ഓടുന്നേ. പക്ഷെ കർത്താവ് സ്നേഹവാനായതുകൊണ്ടും കരുതുന്ന ദൈവമായതുകൊണ്ടും തക്ക സമയത്ത് ജീവിതത്തിൽ മകനെ നീ ഓടിക്കും. നമ്മൾ അങ്ങനെ ചിന്തിക്കാം, കർത്താവ് എന്തെങ്കിലും ഒരു നന്മ ജീവിതത്തിൽ തന്നെങ്കിൽ എന്തിനാണെന്നറിയാമോ? എടാ നീ വീണ്ടും അടുത്ത വർഷം ഓടിക്കോ, അടുത്ത മാസം വീണ്ടും ഓടിക്കോ. ഈ ഫെബ്രുവരിയിൽ ദൈവം എന്തെങ്കിലും നന്മ തന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടം കൊണ്ട് നിർത്താനല്ല, നീ അടുത്ത മാസങ്ങളിൽ അടുത്ത വർഷങ്ങളിൽ ഓടിക്കോ. അതുകൊണ്ട് തളരരുത്, മനസ്സ് മടുക്കരുത്. പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ ഉള്ളൂ. അടുത്ത 13 സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല. അയ്യോ, ഈ ഒരു ഇതില്ല. ഞാൻ എന്തെങ്കിലും കിട്ടിയെന്ന് ഞാൻ എന്ത് ചെയ്യുന്നില്ല, നിരൂപിക്കുന്നില്ല. എന്നിട്ടാണ് 14. ഇനി എല്ലാം ശ്രദ്ധിച്ചോണം. പക്ഷെ ഒന്ന് ഞാൻ മെസ്സേജിലേക്ക് വരാൻ പോകും. ഒന്ന് ഞാൻ ചെയ്യുന്നു, ഒറ്റ കാര്യം ഞാൻ ചെയ്യുന്നു. പിമ്പിലുള്ളത് മറന്ന് ഇനി ചെയ്യാൻ പോവാ. എങ്ങനെ നമ്മൾ ഓടണം? നമ്മൾ ഇനി എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. എങ്ങനെ നാം ഓടണം? ഈ ഓട്ടത്തിന്റെ അവസാനം ഒരു സമ്മാനമുണ്ട്, ദൈവത്തിന്റെ പരമവിളിയുടെ ഒരു വിരുന്ന്. ഇതിനാ ഓടണ്ടേ.
എങ്ങനെ ഓടണം? ഇനി എല്ലാവരും ശ്രദ്ധിച്ച് എങ്ങനെ ഓടണം. വേർഡ്സ് ആദ്യം പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു. എന്താ ചെയ്യേണ്ടത്? നമ്പർ 1, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളതിന്. അതിൽ ആദ്യത്തേതാണ് പിമ്പിലുള്ളത് മറന്ന്. മുന്നോട്ട് ഓട്ടം വരണമെങ്കിൽ പിമ്പിലുള്ളത് ചിലത് മറക്കണം. രണ്ടും മറക്കണം. കിട്ടിയ നന്മയും അനുഗ്രഹം മറക്കണം എന്ന് വെച്ചാൽ നന്ദി ഇല്ലാതാവല്ലെന്നല്ല അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. എനിക്കത് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് ഓർത്ത് അവിടെ ഇരിക്കാനല്ല. പിമ്പിലുള്ള കഴിഞ്ഞ പരാജയങ്ങളും നിരാശകളും എല്ലാം കാണും. ഇതെല്ലാം മറന്ന് പരാജയം ഉണ്ടാകും. ഓക്കെ, ദൈവം വിജയം തരും, നന്മ തന്നു, അത്രേ ഒരു സ്തോത്രം. ഇനി അതും ചിന്തിച്ചുകൊണ്ടിരിക്കുക, എനിക്ക് കിട്ടിയല്ലോ കിട്ടിയെന്നല്ല. പിമ്പിലുള്ളത് മറന്ന്. കാരണം യാക്കോബ് 1:8 പറയുന്നു, ഇരു മനസ്സുള്ളവൻ തന്റെ വഴിയിലെല്ലാം. ഈ രണ്ട് മൈൻഡോടെ ഓടാൻ നിന്നാൽ ഒന്നും കിട്ടത്തില്ല. ഇപ്പൊ ഓടാൻ ഒരാൾ നിൽക്കുകയാണ്, ഓ കഴിഞ്ഞ പ്രാവശ്യം ഓടിയിട്ട് ഞാൻ തോറ്റുപോയി എന്ന് പറഞ്ഞ് മനസ്സിൽ ചിന്തിച്ചോണ്ടിരുന്നാലോ? ഞാൻ ഓടി അവസാനം വന്നപ്പോ എനിക്ക് ഓടി തീർത്തിരിക്കാൻ പറ്റിയില്ല. അപ്പൊ പിമ്പിൽ ഇനി അടുത്തതുണ്ട്, ആ കഴിഞ്ഞ പ്രാവശ്യം ഞാനാ ജയിച്ചത്, അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ ജയിക്കും എന്ന് ചിന്തിക്കാനും പറ്റുമോ? ഇല്ല. ഓട്ടക്കളത്തിൽ ഓടുന്നവൻ അതത് ദിവസത്തിന്റെ ലക്ഷ്യമാണ്. അപ്പൊ പിമ്പിലുള്ളത് ചിലത് എന്ത് ചെയ്യണം? മറക്കണം. നമ്മുടെ പിമ്പിൽ ഒത്തിരി, ഇനി എല്ലാവരും ശ്രദ്ധിച്ചേ, നമ്മുടെ നല്ലൊരു ശതമാനം നമുക്ക് പിമ്പിൽ നോക്കുമ്പോൾ അനുകൂലമായി ഒന്നും കാണില്ല. എല്ലാ മനുഷ്യനും ആഗ്രഹിക്കുന്ന പ്രത്യേകിച്ച് 2 കാര്യം. സ്നേഹം. നമ്മളെല്ലാം എടുത്തു നോക്കിയാൽ നമുക്ക് ജനിച്ച നാൾ മുതൽ ചിലപ്പോൾ നമ്മളെല്ലാം നമ്മുടെ ഇതുവരെയുള്ള ജീവിതം, ജോലി, നമ്മുടെ സ്കൂൾ ജീവിതം, എല്ലാ ജീവിതം എടുത്തു നോക്കുമ്പോൾ പറയുന്ന പോലെ എല്ലാവർക്കും ഉദ്ദേശിച്ച അത്രയും സ്നേഹം എന്ത് ചെയ്തിട്ടില്ല, കരുതൽ കിട്ടിക്കാണത്തില്ല. ഉറപ്പാ. അടുത്തത്, നമ്മളെല്ലാ മനുഷ്യ സഹജം, മനുഷ്യൻ ആഗ്രഹിക്കുന്നതാണ് ഒരു അംഗീകാരം, പ്രോത്സാഹനം, അംഗീകാരം. അതും നമ്മൾ തിരിഞ്ഞെടുത്ത് നോക്കുമ്പോൾ ഈ പറയത്ത രീതിയിലൊന്നും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലരും നമുക്കൊരു വലിയ അംഗീകാരം ഒന്നും നമുക്ക് തന്നു കാണത്തില്ല. എല്ലാ അനുഭവത്തിലും ഉണ്ട്, എല്ലാരും ഉണ്ട്. അത് വലുതാ ഒന്നുമില്ല. എന്നൊക്കെ കഴിഞ്ഞ ഒരു സ്ഥലക്കുമ്പോ സ്കൂളിലെ പഠിക്കുന്ന ക്ലാസ് ഞാൻ പറഞ്ഞുപോയി, 4 ആണോ 5 ആണോ, ഒരു കൊച്ചു പറയാ ഞാൻ മടുത്തുന്ന ജീവിതം. 4ാം ക്ലാസ് ആണോ 5ാം, അതെനിക്ക് ഓർമ്മയില്ല, അതുകൊണ്ട് കറക്റ്റ് പറയാൻ പറ്റില്ല, എനിക്ക് അറിയില്ല. 4 ആയിക്കോട്ടെ, 4 അല്ല 5, ഞാൻ മടുത്തുന്നു. എന്തോ ജീവിതം തുടങ്ങി. അപ്പം ഒരു കാര്യം മനസ്സിലായി, ഇവരെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്, അത് കിട്ടിയില്ല, അതെല്ലാവർക്കും ആവണമെന്നില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഓട്ടക്കളത്തിൽ ഇനി നമ്മൾ നിൽക്കുമ്പോ നമ്മൾ ഒരു കർത്താവിനെ നമ്മൾ അറിഞ്ഞു, യേശുവിനെ സ്വീകരിച്ചു, നമ്മൾ ദൈവം നിർത്തിയേക്കുക. നമ്മുടെ ജീവിതത്തിന്റെ പിമ്പിൽ ഒത്തിരി കാര്യം, പരാജയങ്ങളും നിന്ദകളും പരിഹാസങ്ങളും സ്നേഹത്തിന്റെ കുറവുകളും അല്ലെങ്കിൽ കൂടുതൽ എന്തോ ആയിക്കോട്ടെ, നമുക്കെല്ലാം ഉണ്ട്. പിമ്പിലുള്ള മുന്നോട്ടുള്ള ഓട്ടം റെഡി ആവണമെങ്കിൽ ഒറ്റ കാര്യം ചെയ്യണം, പിമ്പിലുള്ളത് മറക്കണം. കർത്താവ് തന്നെ യെശയ്യാവിൽ കൂടെ എന്തോ പ്രോമിസ് ചെയ്തേ, മുമ്പുള്ളവേ പണ്ടുള്ളവേ നീ, ഇതാ ഞാൻ പുതിയതൊന്നും, ഇന്നും നിനക്ക് പുതിയത് ചെയ്യാൻ ദൈവം വിശ്വസ്തനാണ്. പഴയത് ഇരു മനസ്സുള്ളവൻ ഒന്നും പ്രാപിക്കത്തില്ല. യാക്കോബ് 1:8 അപ്പോസ്തലൻ പറയുന്നുണ്ട്. അങ്ങനാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഈ മീറ്റിംഗിന് അങ്ങനെ ചിന്തിക്കണം, ഈ 12:10 ഈ 10 ആകുന്ന ഈ സമയത്ത് ഞാൻ ഇവിടെ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഇന്നും എനിക്ക് പുതിയത് ചെയ്യാൻ എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന് പ്രതീക്ഷയോടിരുന്നാൽ അത് ചെയ്യാൻ ദൈവം വിശ്വസ്തനാണ്. ഇന്ന് ഇവിടെ ഇരിക്കുമ്പോഴും കഴിഞ്ഞ പഴയതല്ല ചിന്തിക്കേണ്ടത്. ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന്. കാരണം പിമ്പിലുള്ളത് മറന്നാൽ മുമ്പിലേക്ക് സ്റ്റെപ്പ് വെക്കാൻ പറ്റും. ഏറ്റവും ഒരു എക്സാമ്പിൾ പറയാം. പഴയ നിമിത്തം രൂത്ത്, നിങ്ങൾക്കറിയാം, രൂത്ത് എന്ന സഹോദരിയുടെ നല്ല ജീവിതമായിരുന്നോ? ജീവിതത്തിൽ പറ, നല്ല ജീവിതമാണോ? മോവാബ് ദേശത്ത് നല്ല ജീവിതം അതില്ല. ഭർത്താവ് മരിച്ചു, അമ്മായിപ്പൻ മരിച്ചു, ഭർത്താവിന്റെ സഹോദരൻ മരിച്ചു. ഇതുപോലെ ഗതികേട് പിടിച്ചൊരവസ്ഥ ജീവിതത്തിലില്ല. സ്വന്തം അമ്മായിമ്മ പറഞ്ഞു, എന്റെ മക്കൾ മരിച്ചു, നീ അങ്ങ് പൊയ്ക്കോ, എവിടെയെങ്കിലും പോയി കല്യാണം കഴിച്ച് ജീവിച്ചു. പിമ്പിലുള്ളതെല്ലാം ഓർത്തും പിമ്പിലുള്ളതൊക്കെ ചിന്തിച്ചായിരുന്നെങ്കിൽ അമ്മായിമ്മ പറഞ്ഞതും കേട്ടി അവിടെ ഇറങ്ങി തിരിഞ്ഞു പോയാനെ. പക്ഷെ അവൾ ഒരു കാര്യം പറയുന്നു, വിട്ടുപിരിയാനും നിന്നെ വിട്ടുപോകാനും
ഒന്ന് എന്നോട് പറയരുത്. കാരണം നിന്റെ കൂടെ നിന്നാൽ എനിക്കൊരു ദൈവത്തെ കിട്ടും. നിന്റെ ദൈവം എന്റെ ദൈവം, നിന്റെ ചാർച്ചക്കാർ എന്റെ ചാർച്ചക്കാർ എന്നും പറഞ്ഞ് പിമ്പിലോട്ട് ചിന്തിച്ചാൽ ഒരിക്കലും അമ്മായിയുടെ കൂടെ ഇറങ്ങി തിരിക്കാൻ നവോമിയുടെ കൂടെ പോകാൻ തോന്നത്തേയില്ല. പക്ഷെ പിമ്പിലുള്ളത് മറന്നിട്ട് അവള് സ്റ്റെപ്പ് വെച്ചപ്പോ പിന്നെ അവള് വെച്ച സ്റ്റെപ്പ് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത നിറവിന്റെ, ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത സമൃദ്ധിയുടെ. പിശാച് എന്താണെന്നറിയാമോ? പിശാച് ചില സമയത്ത് നമ്മളെ നിരാശപ്പെടുത്തി പിന്നോട്ട് വലിക്കും. ഇവൻ അറിയാം അടുത്ത സ്റ്റെപ്പ് നീ വെച്ചാൽ നിന്റെ കെട്ട് പൊട്ടുന്ന, നിന്റെ പരിധി പൊട്ടുന്ന ഒരു സ്റ്റെപ്പിലേക്ക് നീ ഓടിച്ചു കയറുകയാണ്. ഇന്ന് ആരോടൊക്കെ ദൈവമോ പറയുന്നു, എവിടെങ്കിലും നിരാശക്കകത്ത്, എവിടെങ്കിലും നിന്റെ ഓട്ടം നീ പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് വെച്ചോ അടുത്ത സ്റ്റെപ്പ്. ഹല്ലേലൂയ. ആ സ്റ്റെപ്പ് വെക്കുന്ന പിശാചിനറിയാം ഈ സ്റ്റെപ്പ് വെച്ചാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് അവള് പോകുന്നത് ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ബോവസിന്റെ വയലിലാണ് സ്റ്റെപ്പ് വെക്കുന്നത്. യവക്കൊയ്ത്തിന്റെ ആരംഭമാണ്. പക്ഷെ പിശാചിനറിയാതെ സമ്മതിക്കരുത്. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ഓട്ടം ഓടിക്കാതെ പഴയതൊക്കെ ചിന്തിപ്പിച്ച് നിന്നെ പിന്നോട്ട് വലിക്കുന്നെങ്കിൽ ആ പൈശാചിക മുഖങ്ങള് ഇന്ന് പകൽ പൊട്ടിച്ചുകൊണ്ട് പഴയ നിരാശകൾ, പഴയ വേദനകൾ എല്ലാം വിട്ടുകളോ. നിന്റെ മുമ്പിൽ വലിയ ഓട്ടമുണ്ട്. എന്തോ ദൈവാത്മാവ് ചിലരെ പഴയ ഓർമ്മകളും പഴയ പരാജയങ്ങളും പഴയ ഫെയിലിയറുകളും പഴയ തെറ്റാനുഭവങ്ങളിൽ നിന്നോ നിന്നെ പൊട്ടിച്ചു മാറ്റി ഒരു പുതിയ അനുഭവത്തിലേക്ക് ഓടിക്കുന്നു. രൂത്തുമാരെ പോലെ ചിലരെ ദൈവം വിളിക്കുന്നു. പഴയ നഷ്ടങ്ങൾ സാരമില്ല, പിമ്പിലുള്ളത് മറക്ക്. ഇതാ പുതിയത് ദൈവം ചെയ്യുന്നു, മുന്നോട്ട് ഓടിക്കോ. ഇത് പറയുമ്പോ തന്നെ ചില മനസ്സിൽ വിടുതൽ നടക്കുക, ചില മൈൻഡിന്റെ കെട്ട് പൊട്ടുക. നിന്റെ മൈൻഡിന്റെ കെട്ട് പൊട്ടുക. ജീസസ്. ആമേൻ. എന്ന് വിശ്വസിക്കാമോ? മുന്നോട്ട് ദൈവം കൊണ്ടെത്തിക്കും. നമ്പർ 2, ഞാൻ പിമ്പിലുള്ളത് മറക്കുന്നു. നമ്പർ 1. നമ്പർ 2, മുമ്പിലേക്ക് ആഞ്ഞും കൊണ്ട്. ഇത് നമുക്ക് വേണം. മുമ്പിലേക്കൊന്ന് ആഞ്ഞും കൊണ്ട്. ഇന്നത്തെ മെസ്സേജ് ഇതാ, സ്വർഗീയ സമ്മാനത്തിലേക്ക് നമ്മൾ കുതിക്കുക. പ്രസ്സിംഗ് ടുവേഴ്സ് ദ ഹെവൻലി പ്രൈസ്. സ്വർഗീയ സമ്മാനമുണ്ട്, അതിലേക്ക് നീ എന്ത് ചെയ്യണം? കുതിക്കണം. അപ്പൊ നല്ലൊരു ഓട്ടം ഓടണമെങ്കിൽ മുന്നോട്ടുള്ളത് ലക്ഷ്യമാക്കി ഐ പ്രസ് കേട്ടോ. ഞാൻ മുന്നിലേക്ക് എന്ത് ചെയ്യുന്നു? ആയുന്നു. ആയു എന്ന് പറഞ്ഞാൽ എങ്ങനെ? നിങ്ങൾ എല്ലാവരും ഇനി ശ്രദ്ധിച്ച്, കണ്ടിട്ടില്ലെങ്കിൽ അത്യാവശ്യമായിട്ട് ഇന്നോ നാളെ നിങ്ങൾ യൂട്യൂബിൽ കയറി നോക്കണം, അല്ലെങ്കിൽ ടി വി കാണണം. ഓട്ടക്കളത്തിൽ ഓടാൻ നിൽക്കുന്ന വ്യക്തിയെ നിൽക്കുന്നവർ കണ്ടിട്ടുള്ളവരൊന്ന് കൈപൊക്കിയേ. എങ്ങനെയാ നിൽക്കുന്നേ? ഇപ്പൊ ഇത് ട്രാക്ക്, ഇവിടെ ഇത് ട്രാക്ക് തുടങ്ങാം. ആ ബാക്കിലെ കട്ടൻ ഇരിക്കുന്നത് അതാണ് എൻഡിങ് ആണ്. ഞാൻ ഓട്ടക്കാരനാണ്. ഞാൻ എങ്ങനെയാ നിൽക്കുന്നേ? ഇങ്ങനെയൊക്കെയാ നോക്കി നിൽക്കുന്നത്. ആ ഗാലറി കൈയടിക്കുന്നു, ഇവിടെ കൈയടിക്കുന്നു. സ്തോത്രം. ഓ, ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരാൾ അവിടെ നിന്ന് എനിക്ക് കൈപൊക്കി കാണിച്ചു. സ്തോത്രം. അതും പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നേ. എങ്ങനെയാ ഇരിക്കുന്നേ? ക്രിസ്തീയ ജീവിതം ഇങ്ങനെ. ഇതൊക്കെ ഒത്തിരി ശബ്ദം ഉണ്ടാവും, അത് കുഴപ്പമില്ല. ഒന്നാമത് കേൾക്കേണ്ട ശബ്ദം ഇവിടുന്ന് ഒരു 1 2 3 അല്ലെങ്കിൽ 3 2 1 0 ഗോ എന്ന് പറഞ്ഞൊരു ഷൂട്ടിംഗ് സൗണ്ട് കേൾക്കും. ഇതാണ് കേൾക്കണ്ടേ. ഇത് കേട്ട് കണ്ണില്ല, അവിടെ ആ എൻഡിങ് പോയിന്റില്ല. ഇങ്ങനെ ഇതാണ് മുന്നിലിട്ട് ആഞ്ഞും കൊണ്ട്. ഇങ്ങനെയാണ് ഇങ്ങനെ ജീവിക്കണമെന്ന് പറഞ്ഞു. ഈ ആഴ്ച ഇങ്ങനെയൊക്കെ പോയി. എൻ്റെ ദൈവമേ,
ഇങ്ങനല്ല നമ്മൾ നിൽക്കേണ്ടത്, നമ്മൾ ഇങ്ങനെ നിൽക്കണം. പ്രശ്നമുണ്ട്. ആർക്കാ പ്രശ്നമില്ലാത്ത? എല്ലാവർക്കും പ്രശ്നമുണ്ട്. ആർക്കാ അടവില്ലാത്ത? ആർക്കാ കടവില്ലാത്ത? എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും എല്ലാ പ്രശ്നങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ നിൽക്കണം ഇങ്ങനെ. ഇവിടെ ആ വിടുതൽ നടക്കുന്നേ. ഹല്ലേലൂയ. ഒന്ന് ചിരിച്ചേ. എന്താ പ്രശ്നം? ഈ പ്രശ്നം മുഴുവൻ പ്രശ്നവും തീരണമെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് പോകണം. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ വീണ്ടെടുക്കപ്പെടാത്ത, ശാപം കിട്ടിയ വീണ്ടെടുക്കപ്പെടാത്ത, ഈ ഭൂമിയിൽ വീണ്ടെടുപ്പ് പ്രാപിക്കാത്ത ഈ ശരീരത്തിൽ ജീവിക്കുമ്പോൾ ക്ലേശങ്ങളും വേദനകളും ചുറ്റുമുള്ള അസ്വസ്ഥതകളും നമുക്കെല്ലാം ഉണ്ടാവും. പക്ഷെ ബൈബിൾ പറയുന്ന വാക്തത്വം, അതിന്റെ മധ്യത്തിലും നിനക്ക് ജയം തരുന്ന ദൈവമുണ്ട്. ഇവിടെയും ജയം, അങ്ങ് മരണത്തിനപ്പുറം നിത്യജീവനം. ഇതാ ക്രിസ്തീയ ജീവിതം. മുന്നോട്ട് ആഞ്ഞുകൊണ്ടിരിക്കണം. പിശാചിന് ഇത് നമ്മൾ ആയരുത് എന്നാ ഉദ്ദേശിക്കുന്നത്. ആഞ്ഞു നിന്ന അത്ഭുതം നടക്കും. മുന്നോട്ടൊരു ആവേശം നമുക്ക് കാണാം. ഓട്ടത്തിൽ നമ്മളെ തടയുന്ന രണ്ടാമത്തെ വിഷയം, ഒന്ന് പഴയത് പിമ്പിലുള്ളതല്ല. നമ്മൾ പിമ്പിലുള്ളതൊക്കെ മറക്കും ചിലർ, പക്ഷെ മുന്നോട്ടൊരു ആയം വരത്തില്ല. ആയഞ്ഞാലേ ഓടാൻ പറ്റത്തുള്ളൂ. അതിന് ഏറ്റവും നല്ല ഉദാഹരണം പുതിയ നിയമത്തിലെ സഹോദരിമാര് യേശുവിന്റെ പുനരുദ്ധാന സമയത്ത് നമുക്കൊരു കാഴ്ച കാണാൻ പറ്റും. എന്താ? ആഴ്ചവട്ടത്തിന് ഒന്നാം നാൾ അത് സഹോദരിമാർ ആരായിരുന്നു? ശബത്ത് കഴിഞ്ഞ ശേഷം മഗ്ദലക്കാരത്തി മറിയയും യാക്കോബിന്റെ അമ്മ മറിയയും ശലോമയും ചേർന്ന് സുഗന്ധവർഗത്തിന് വേണ്ടി പൂജിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, ഇപ്പൊ തലേന്നപ്പം ഇതാ ശബത്ത് കഴിഞ്ഞതിന് ശേഷം, അപ്പൊ അതിന് മുമ്പേ പ്രിപ്പയർ ആയി. ശബത്ത് ദിവസം വെയിറ്റ് ചെയ്ത്, ഹല്ലേലൂയ, സൺഡേ രാവിലെ അതിരാവിലെ പ്രഭാതത്തിൽ ഒരുക്കത്തോടെ ആവേശത്തോടെ സഹോദരിമാർ ഓടി കല്ലറ മുമ്പിലേക്ക്. ഒന്ന്, അവർക്ക് എങ്ങനെയെങ്കിലും ഈ സുഗന്ധവർഗം യേശുവിന്റെ ശരീരത്തിൽ വെക്കണം. പക്ഷെ അവർക്ക് തന്നെ അറിയാം, ഞങ്ങൾ ഓടുമ്പോഴും ഞങ്ങൾ ഓടി ചെല്ലുമ്പോഴും ഒരു കാര്യം അറിയാം, ആര് ഞങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടും. അവർക്കറിയാം, ഭയങ്കരമായ കല്ലുകൊണ്ട് ഉരുട്ടി, വലിയ കല്ലുകൊണ്ട് കല്ലറ അടച്ചേക്കുക. അത് മാത്രമല്ല, ഗവൺമെന്റിന്റെ സീല്, ഇമ്പീരിയൽ മുദ്ര അടിച്ചേക്കുക. ആര് ഞങ്ങൾക്ക് വേണ്ടി അത് പൊട്ടിക്കും, ആര് ഞങ്ങൾക്ക് വേണ്ടി കല്ലുരുട്ടി മാറ്റും. പക്ഷെ ആവേശത്തോടെ നിയോഗത്തോടെ ഒരു മുന്നോട്ട് കുതിച്ചുകൊണ്ട് ഈ സഹോദരിമാര് സ്റ്റെപ്പ് വെച്ചപ്പോൾ ബൈബിൾ പറയുന്നു, അവർ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, സ്വർഗത്തിന്റെ ദൂതൻ ഇറങ്ങി കല്ലുരുട്ടി മാറ്റി. ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയാ, നീ ആഞ്ഞുകൊണ്ട് ദൈവത്തിന് വേണ്ടി സ്റ്റെപ്പ് വെക്കാൻ തയ്യാറായ, സ്റ്റെപ്പ് വെക്കുമ്പോഴും നിന്റെ മുമ്പിൽ നിരാശയുടെ കാഴ്ചകൾ കണ്ടാലോ, തക്ക സമയത്ത് ഇറങ്ങി വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഓ, ആ വാക്ക് ശ്രദ്ധിക്കണം. ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ അതികാലത്തെ സൂര്യൻ ഉദിച്ചപ്പോൾ അവർ കല്ലറയിൽ ചെന്നു. സൂര്യൻ ഉദിച്ചപ്പോൾ കല്ലറയിൽ. അപ്പൊ സൂര്യൻ ഉദിച്ചപ്പോൾ കല്ലറയിൽ ചെല്ലണമെങ്കിൽ അതിന് എത്ര നേരം മുമ്പ് ഇവർ യാത്ര തിരിച്ചു? പറഞ്ഞ ഒരുക്കം വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് മുമ്പേ ഒരുങ്ങി. എന്ന പ്രവൃത്തിയ അതിന് ഒരുങ്ങി ഓടിച്ചെന്നു. ഓടുമ്പോഴും അറിയാം മുമ്പിൽ തടസ്സം ഉണ്ടാവല്ലോ. ഇന്നലെയും കണ്ടതാണല്ലോ കല്ലിരിക്കുന്നത്. പടയാളികൾ ഫ്രണ്ടിലുണ്ടല്ലോ. ആര് തുറന്നു തരും? ആര് കല്ലുരുട്ടി മാറ്റും? ഈ സുഗന്ധവർഗം യേശുവിന്റെ ശരീരത്തിൽ എങ്ങനെ പൂശാൻ പറ്റും? പക്ഷെ ഞാനൊരു ദൂത് പറയാം, ഓട്ടക്കളത്തിൽ നിൽക്കുന്നവൻ ആഞ്ഞോണ്ട് നിന്ന് നീ ഒരു സ്റ്റെപ്പ് വെക്കാൻ തയ്യാറായാൽ ബാക്കി സ്വർഗം ചലിക്കാം. ഇന്ന് പകൽ ഇതിന്റെ അകത്തിരിക്കുന്ന ചിലരോട് പറയുന്നു, ഒരു സ്റ്റെപ്പ് നീ വെക്കാൻ തയ്യാറായാൽ അത് ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. സക്കായി ഒറ്റ സ്റ്റെപ്പ് വെച്ചത് തനിക്ക് കാണാൻ പറ്റില്ലേലും ഓടി കാട്ടത്തി മരത്തിൽ കയറിയപ്പോ ബാക്കി കർത്താവ് ചെയ്തു. സക്കായുടെ ജീവിതത്തിലും അതാ സംഭവിച്ചത്. ഇനി അടുത്തത് 3, ഈ മുന്നോട്ട് ആഞ്ഞു ഓടാൻ നമ്മെ പിന്നോട്ട് ആയുമ്പോഴും പിന്നോട്ട് വലിക്കുന്ന ഒരു സംഭവമുണ്ട്. അതാണ് എബ്രായർ 12:1 തൊട്ടൊന്ന് വായിച്ചേ. മുന്നോട്ടായാൻ നമ്മെ വിടാതെ പിന്നോട്ട് വലിക്കുന്ന ശക്തി. എല്ലാവരും ഹീബ്രൂസ് ചാപ്റ്റർ 12 വേഴ്സ് 1. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക.
എങ്ങനെ ഓടണം? അല്ല, അതിനു മുമ്പേ എന്ത് വിട്ടിട്ട് ഓടണം? ആകയാൽ സാക്ഷികൾ വലിയ സമൂഹം നിൽക്കുന്നതുകൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഓട്ടം സ്ഥിരതയോടെ മുന്നോട്ട് ഓടണമെങ്കിൽ ഈ ഭാരം വെച്ചുകൊണ്ട് ഭാരവും വെച്ചുകൊണ്ട് ഓടാൻ പറ്റത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഏത് അത്ലറ്റും ഗ്രൗണ്ടിൽ വരുന്നവരെ അവരുടെ പിന്നിൽ പുറകിൽ ബാഗും കയ്യിൽ ബാഗൊക്കെ കാണും. പക്ഷെ ട്രാക്കിൽ കയറി നിൽക്കുമ്പോൾ ഈ ബാഗ് കാണത്തില്ല. ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നു, വീട്ടിൽ നിന്നോ ഹോട്ടൽ റൂമിൽ നിന്നോ വരുന്നത് എല്ലാം എന്തുകൊണ്ടാ? വലിയ ലഗേജോ ബാക്ക് പാക്ക് ഒക്കെ ആയിട്ടാ വരുന്നേ. പക്ഷെ ട്രാക്കിൽ കയറുന്നതിന് മുമ്പേ ഇതെല്ലാം എന്ത് ചെയ്യും? മാറ്റി. അവര് ഇട്ട ഡ്രസ്സുമല്ല, കാറ്റ് എതിര് പിടിക്കാതെ സ്പീഡിൽ ഓടാൻ പറ്റുന്ന ബോഡിയിൽ ഫിറ്റായ ഡ്രസ്സാണ് ധരിക്കുന്നത്. കാരണം അതിന്റെ ഭാരം കൊണ്ട്, കാറ്റുകൊണ്ട് അവന്റെ മൈൽ സെക്കൻഡ് പോലും ഓട്ടം പിന്നോട്ട് വരല്ല. അതുകൊണ്ടാണ് ആ ടൈപ്പ് നിൽക്കുന്നത്. അപ്പൊ സകല ഭാരവും പാപവും വിട്ട് മുമ്പിൽ നിൽക്കുന്ന ഓട്ടം സ്ഥിരതയോടും. അപ്പൊ ഇത് ഭാരവും പാപവും നമ്മുടെ ജീവിതത്തിൽ പിന്നോട്ട് വലിക്കും. അപ്പൊ ചില കർത്താവിന് നമ്മളെ അകറ്റുന്ന ചില സ്വഭാവങ്ങൾ അത് വീണ്ടും തുറന്നുകൊണ്ടിരുന്നാൽ ഈ മുന്നോട്ടുള്ള ആവേശത്തിന് ഇല്ലാതെ നമ്മെ പിന്നോട്ട് വലിക്കും. പാപ സ്വഭാവം. അതുപോലെ തന്നെ ഭാരം. ഈ ഏറ്റവും വലിയ വിഷയം എന്താണെന്നറിയാമോ? ഈ മനസ്സിൽ ഭാരം കേറിയാൽ ഇതുപോലെ ഒരു ഇഞ്ച് നടക്കാൻ തോന്നത്തില്ല, കഴിക്കാനും തോന്നത്തില്ല, നടക്കാനും തോന്നത്തില്ല. നമുക്ക് തന്നെ വലിയ ഭാരമായിട്ട് തോന്നും. കാരണം മനുഷ്യന് ഏറ്റവും വലിയ അറ്റാക്ക് നടക്കുന്ന ഏരിയയാണ് മൈൻഡിലെ ഭാരം നടക്കുന്നത്. യേശു പലപ്പോഴും പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം എന്ത് ചെയ്യരുത്? നമ്മുടെ മനസ്സിന്റെ അകത്തൊരു ഭാരം അങ്ങോട്ട് കയറി. വിഷയത്തിന്റെ ഭാരം പുറത്തു നിൽക്കുമ്പോഴും അത് അവിടെ നിന്ന് അത്ര വിഷയം വരത്തില്ല. മനസ്സിലേക്ക് കയറുമ്പോൾ ഓടാൻ പറ്റത്തില്ല. അതിന് ഏറ്റവും നല്ല ഉദാഹരണം പഴയ നിയമത്തിൽ വലിയ പ്രവാചകൻ എലിയ പ്രവാചകൻ. കർമ്മേലി പ്രാർത്ഥിച്ച് തീയിറക്കിയവൻ. മഴ പെയ്യത്തില്ല രാജാവേ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞപ്പോ മഴ പെയ്തില്ല. ഇത്ര ശക്തിയോടെ നിന്നവൻ ഒരു ഭീഷണി വാക്കിന്റെ മുമ്പിൽ ഭയപ്പെട്ട് ഓടി എന്ന് ബൈബിള് പറയുന്നു. മുന്നോട്ട് ഓടാൻ വിളിച്ചവൻ തിരിച്ചോടി ചൂരച്ചേട് നടുവിൽ നിന്നിട്ട് അവൻ പറയാ, എന്റെ ജീവനെ ദൈവം എടുത്തോളണേ. അതിന് മുമ്പ് ഒരു വാക്കുണ്ട്, ഇവൻ ഭയപ്പെട്ട് ഓടിയെന്ന. ഉള്ളിൽ ആ ഭാരം കേറിയാൽ മുന്നോട്ടുള്ള ഓട്ടം തടയും. അപ്പൊ നമ്മുടെ ജീവിതത്തിലും നമ്മെ ഭാരപ്പെടുത്തുന്ന അനുഭവം ഇത് മാറ്റുക. നിന്റെ ഭാരം എവിടെ വെക്കണം? അവൻ നിന്നെ നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും. നമ്മുടെ ഭാരം നമ്മളെ ഏൽപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ, നമ്മൾ തന്നെ കൊണ്ടുപോകാൻ നിന്ന് കഴിഞ്ഞാൽ ഓടാൻ പറ്റത്തില്ല. ഈ ഭാരവും പാപവും നമ്മൾ എന്ത് ചെയ്യും? മുന്നോട്ട് വലിക്കും. എന്നിട്ട് ആ വാക്ക് വായിച്ചത് പൂർത്തീകരിച്ച്, ആകയാൽ സാക്ഷി സമൂഹത്തിന് സകല ഭാരവും മുറുകപ്പെടുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരത ഓടുക. അടുത്ത നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. എന്നിട്ട് ആരെ നോക്കണം? അപ്പം ഈ ട്രാക്കിൽ നിന്ന് പിമ്പിലുള്ളത് മറന്ന് മുന്നോട്ട് ആഞ്ഞ് ആരെ നോക്കണം? യേശുവിനെ നോക്കണം. അടുത്തത് തന്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. നമുക്ക് ഏറ്റവും വലിയ എക്സാമ്പിൾ കർത്താവാണ്. ഈ ഭൂമിയിൽ എന്തിനു വന്ന ആ ഓട്ടം ഓടി പൂർത്തീകരിച്ച് പിതാവിന്റെ വലതു ഭാഗത്ത് കയറി ഇരുന്നെന്ന്. ഇവിടെ നിന്ന് കേട്ടോ, തുപ്പല് കേട്ടോ, അടി കേട്ടോ, ചാട്ടവാറ് കേട്ടോ, ക്രൂശ് മരണവും എല്ലാം കർത്താവ് കേട്ടോ. അതൊക്കെ വന്നപ്പോഴും ആ ദൈവ പദ്ധതി അനുസരിച്ച് ഓടി പൂർത്തീകരിച്ച് പിതാവിന്റെ വലതു ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അവൻ അപമാനം ക്രൂശിനെ സഹിച്ചു. നമ്മുടെ എക്സാമ്പിൾ കർത്താവ്. എന്നിട്ട് അടുത്ത് അതുകൊണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്യണം? 3 ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. 3 നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവരെ ധ്യാനിച്ചുകൊള്ളുക. അപ്പൊ മുന്നോട്ടുള്ള ഓട്ടക്കളത്തിൽ ക്ഷീണിച്ച് മടുക്കാതിരിക്കാൻ ആരെ ധ്യാനിക്കണം? കർത്താവിനെ ധ്യാനിക്കണം. കർത്താവിനെ ഓർത്താൽ നമുക്ക് ജയമാണ്. അപ്പം പിന്നിലുള്ള മറന്ന് മുന്നിലോട്ടായി നിന്ന് തടസ്സം നിൽക്കുന്ന ഭാരവും പാപവും വിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സ്ഥിരതയോടെ ഓടുമ്പോ
ഇനിയുള്ള രണ്ട് കാര്യം ശ്രദ്ധിച്ച്. ട്രാക്കിൽ ഓടണം. ഉറക്കെ പറ, ട്രാക്കിൽ ഓടണം. അടുത്ത് എങ്ങനെ ഓടണം? അതാണ് ഇവിടാണ് ഈ കാർപ്പറ്റ് നടുക്ക് വരച്ചേക്കുന്നത് ഇവിടെ. എനിക്ക് സൗകര്യമായിട്ട് അതിലേക്കൂടെ തോന്നി, ഞാൻ അതിലേക്കൂടെ കറങ്ങി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെല്ലും ചിലപ്പോ. പക്ഷെ നിയമപ്രകാരം എന്തോ ആയിരിക്കും, ഫൗളാണ്, സമ്മാനം കിട്ടത്തില്ല. ഈ ലോകത്തിന്റെ കൽപ്പനയെ അങ്ങനെ, ബൈബിൾ അങ്ങനെ പറയുന്നുണ്ട്. രണ്ട് കാര്യം ശ്രദ്ധിച്ചേ. 1 കൊരിന്ത്യർ 9:25 വായിക്കണം. എന്നിട്ട് 2 തിമോത്തിയോസ് 2:5. 1 കൊരിന്ത്യർ chapter 9 verse 25. എല്ലാവരും വചനം ശ്രദ്ധിക്കണേ. 1 കൊരിന്ത്യർ 9:25. അംഗം പൊരുതുന്നതിനൊക്കെയും സകലത്തിലും വർജ്ജനം ആചരിക്കുന്നു. അതോ അവർ വാടുന്ന കിരീടവും നാമോ വാടാത്തതും പ്രാപിക്കേണ്ടതിന് അംഗം പൊരുതുന്നവൻ സകലത്തിലും വർജ്ജനം ആചരിക്കുന്നു. ഒരു ഡിസിപ്ലിൻ, സെൽഫ് കൺട്രോൾ ഉണ്ടായിരിക്കണം. ആ ഓട്ടത്തിൽ ഓടുന്നവൻ എന്തുണ്ടായിരിക്കണം? ഒരു കൺട്രോൾ ഉണ്ടായിരിക്കണം. ആ ട്രാക്കിൽ ഓടണം. അത് വിശദീകരിച്ച് തിമോത്തിയോസിൽ പറയുന്നുണ്ട്. 2 തിമോത്തിയോസ് 2:5 ഒന്ന് വായിച്ചേ. 2 തിമോത്തിയോസ് 2:5. 2 തിമോത്തിയോസ്. ഒരുത്തൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായെങ്കിൽ കിരീടം പ്രാപിക്കുന്നില്ല. ചട്ടപ്രകാരം പോരെങ്കിൽ കിരീടം പ്രാപിക്കില്ല. അപ്പൊ എങ്ങനെ കിടന്ന്, അതിന്റെ അർത്ഥം ഇത്രേ ഉള്ളൂ, എങ്ങനെ കിടന്ന് ഓടിയാലും യുദ്ധം എന്ത് കാര്യം ചെയ്താലും ചട്ടപ്രകാരം, റൂൾ അനുസരിച്ച്, ആ ഷെഡ്യൂൾ അനുസരിച്ച്, ആ ട്രാക്ക് അനുസരിച്ച്, ആ നിയമപ്രകാരം ഓടിയില്ലെങ്കിൽ കിരീടം പ്രാപിക്കത്തില്ല. അപ്പൊ എങ്ങനെ ഓടണം? ചട്ടപ്രകാരം ഓടണം, ട്രാക്കിൽ ഓടണം. അതിനൊരു കൺട്രോൾ വേണം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ എങ്ങനെങ്കിലും ഓടണമെന്നല്ല, എങ്ങനെ കർത്താവിനെ അറിഞ്ഞ് ഞാൻ എങ്ങനെയെങ്കിലും അങ്ങ് ജീവിച്ചോളാന്നല്ല, ദൈവ വചനപ്രകാരം ജീവിക്കണം. പുറകെ പറയും, വചനപ്രകാരം ജീവിക്കണം. നമ്മുടെ ട്രാക്ക് ലൈൻ ഇതിൽ കിടപ്പുണ്ട്, നമുക്കുള്ള റൂൾ ഇതിൽ കിടപ്പുണ്ട്, നമുക്കുള്ള വൻപൻ ട്രാക്ക് വരച്ചിട്ടേക്കുക. ഇത് അനുസരിച്ച് നമ്മൾ ഓടണം. എങ്ങനെയും ഓടിയിട്ട് കാര്യമില്ല. നിയമപ്രകാരം, ചട്ടപ്രകാരം പോരാടിയാൽ മാത്രമേ കിരീടം പ്രാപിക്കൂ. ഇനി അടുത്തത് നമ്മൾ വായിച്ച വചനം എങ്ങനെ പറയുന്നു? പിമ്പിലുള്ളത് മറന്ന് മറന്ന് മുമ്പിലുള്ള ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുന്നു. അപ്പം ഞാൻ ദൈവം വെച്ചൊരു സമ്മാനമുണ്ട്, ആ വിരുന്നുണ്ട്. അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ ഓടുമ്പം എല്ലാരും ഓടുന്നു, ഞാൻ ഓടുന്നല്ല, സമ്മാനം പ്രാപിക്കാൻ തക്കവണ്ണം ഓടണം. എങ്ങനെ ഓടണം? സമ്മാനം. 1 കൊരിന്ത്യർ 9:24 പറയുന്നു. അതെല്ലാരും ഒന്ന് വായിക്കണേ, ശ്രദ്ധിക്കണേ. 1 കൊരിന്ത്യർ 9:24. ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു എങ്കിലും ഒരുത്തനാണ് ഫസ്റ്റ് കിട്ടുന്നത് എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിപ്പാൻ തക്കവണ്ണം. പക്ഷെ നിങ്ങളും എങ്ങനെ ഓടണം? പ്രാപിപ്പാൻ തക്കവണ്ണം. ഈ മെന്റാലിറ്റിയോട് എനിക്ക് ഫസ്റ്റ് കിട്ടണം, പ്രാപിക്കാൻ തക്കവണ്ണം എങ്കിലേ ഇടയ്ക്ക് വരുന്ന നിരാശകളെ തട്ടി മാറ്റി ഓടിയ പോയിന്റിൽ എത്താൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇവിടെ ഒരു കാര്യം പറയാം, ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ പറയാം. ലോകപ്രകാരം ഓടി ചിലപ്പോ ഫസ്റ്റിനോട് നിൽക്കുന്ന 2 ഫസ്റ്റോ കൊടുക്കത്തുള്ളൂ. പക്ഷെ ദൈവത്തിന്റെ വചനം പരിശോധിക്കുമ്പോൾ ആരൊക്കെ വിശ്വസ്തത ഓടി തികയ്ക്കുന്നോ അവനെല്ലാവർക്കും ഒരു സമ്മാനം ദൈവം വിളിച്ചിട്ടുണ്ട്. അവനെ വിളിച്ച വിളിയുടെ പരമവിളിയുടെ ലാക്കിലേക്ക് ഓടുന്നവന് സമ്മാനം ഉണ്ട്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് പകലൊന്ന് ശ്രദ്ധിച്ചേ, സമ്മാനം പ്രാപിപ്പാൻ ഓടണം. എല്ലാവർക്കും സമ്മാനമുണ്ട്. 2 മിനിറ്റ് കൊണ്ട് അത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോകും. നമ്മൾ വെറുതെ ഓടുകയല്ല. ഇത് എല്ലാവരും ശ്രദ്ധിച്ചേ, ഇവിടെ ഓരോ പ്രോത്സാഹന സമ്മാനങ്ങൾ നന്മകളാൽ ലഭിക്കും. പക്ഷെ ദൈവത്താൽ വെച്ച ഒരു വലിയ നന്മ കിരീടമുണ്ട്. ഇത് നമുക്ക് പ്രാപിക്കണം. നമുക്ക് എല്ലാവർക്കും യേശുവിനെ അറിഞ്ഞ് ഇവിടുത്തെ നന്മകൾ നമ്മൾ പ്രാപിച്ചു. അതുകൊണ്ട് മരിച്ചു തീരാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നമുക്കെല്ലാവർക്കും ദൈവം വിളിച്ച വിളിയുടെ പരമവിളിയുടെ ഒരു വലിയ വിരുന്നുണ്ട്, സമ്മാനം വെച്ചിട്ടുണ്ട്.
അത് നോക്കി ഓടണം. ആ ലക്ഷ്യം ഇല്ലെങ്കിലാണ് നമുക്ക് പല വിഷയത്തിൽ ബുദ്ധിമുട്ട് വരുന്നത്. ഒരു പരമ വിളിയുടെ ലാക്ക് നിങ്ങളുമുണ്ട്. അതാണ് സീരിയസ് ആയിട്ട് നമ്മുടെ ജീവിതത്തെ കാണും. ബൈബിൾ പറയുന്ന അനുസരിച്ച് നമുക്ക് എല്ലാവർക്കും ഓരോ കിരീടം ലഭിക്കും. നമുക്ക് എല്ലാവർക്കും എന്തോ കിട്ടും? കിരീടം ലഭിക്കും. കിരീടം സാധാരണ ആർക്കാണ്? ഒന്ന്, പിന്തുടർച്ച അവകാശം രാജ്യത്വം കിട്ടുന്നവർക്ക് കിരീടമുണ്ട്. രണ്ട്, യുദ്ധം പോരാടി ജയിച്ച് കിരീടം അവകാശികളാകുന്നവരുണ്ട്. രണ്ട് രീതിയിൽ കിരീടാവകാശികളുണ്ട്. പോരാടി ജയിച്ച് കിരീടാവകാശികളും ജന്മനാപ്രദമായി മാറി മാറി കിരീടം പ്രാപിക്കുന്നവരുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നല്ല പോരാട്ടം പോരാടി നമുക്ക് ആ കിരീടം പ്രാപിക്കണം. വിശുദ്ധ ബൈബിള് പലയിടത്തും പറയുന്നു, നിന്ദകളും പരിഹാസങ്ങളും നിങ്ങൾക്ക് നേരിടുമ്പോൾ സന്തോഷപ്പെടുകയും സ്വർഗത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? പ്രതിഫലമുണ്ട്. ഞാൻ ഓരോ വാക്കെടുത്ത് നിന്നാൽ ടൈം പോകും. മത്തായി 5 കിടപ്പുണ്ട്, നിങ്ങൾ നിന്നെ പരിഹാസം ചെയ്യുമ്പോൾ ഭാരപ്പെടരുത്. പ്രാർത്ഥിക്കാൻ ബൈബിൾ എടുത്ത് 2 പറയുന്നു, ആ കൊട്ടാനും പാടാനും ഇറങ്ങി തിരിച്ചു ആരാണ്ട് കളിയാക്കി. നിങ്ങൾ വിഷമിക്കുക ചെയ്യല്ലേ. സ്തോത്രം, നമുക്ക് പ്രതിഫലം കൂടുതൽ കിട്ടി. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ നിനക്ക് നഷ്ടപ്പെടുത്തിയെങ്കിൽ നിനക്ക് വലിയ സമ്മാനം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ബൈബിൾ ഉടനീളം പരിശോധിക്കുമ്പോൾ ഒരു 3-4 കിരീടം ഞാൻ ഒറ്റ വാക്കി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാം. ഒന്ന് നമുക്ക് കിട്ടുന്ന കിരീടം എന്ന് പറയാം, നീതിയുടെ കിരീടം. അതൊന്ന് എല്ലാവരും ഉറക്കെ പറഞ്ഞ, നീതിയുടെ കിരീടം. ഞാൻ ബൈബിൾ ക്ലാസ്സിൽ അത് വിശദമായി പഠിപ്പിക്കാം. ഉറക്കെ പറ, നീതിയുടെ കിരീടം. അത് അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, എന്റെ വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും. നമ്മുടെ മുമ്പിൽ വെച്ച പോരാട്ടം, ഗുഡ് ഫൈറ്റ് ഓടി വിശ്വാസം കാത്ത് പൂർത്തീകരിച്ചവന് ഒരു നീതിയുടെ റൈച്ചസ് ക്രൗൺ, നീതിയുടെ കിരീടം ഉണ്ടെന്ന്. അപ്പൊ നമ്മൾ എന്തിനാ തീർക്കുന്നത്? എങ്ങനെ തീർക്കല്ല, എന്റെ മുമ്പിൽ വെച്ച ഓട്ടം ഓടി പൂർത്തീകരിക്കണം. ഓട്ടം ഓടി പൂർത്തീകരിക്കുന്ന സകലരോടും പറയുന്നു, ഒരു നീതിയുടെ കിരീടം പൗലോസ് പ്രാപിക്കുക മാത്രമല്ല, തന്റെ പ്രത്യക്ഷയിൽ കാത്തിരിക്കുന്ന നാം ഓരോരുത്തരും പ്രാപിക്കും. ഹല്ലേലൂയ. ഒരു നീതിയുടെ കിരീടം പ്രാപിക്കും. 2, നമ്മൾ നേരത്തെ വായിച്ചു, വാടാത്ത കിരീടം. അത് പറയാൻ കാരണം, അന്നത്തെ കാലത്ത് ഈ ഇലകളൊക്കെ വെച്ചുള്ള കിരീടമാണ് ഫസ്റ്റ് സെക്കൻഡ് കിട്ടുന്നത്. പ്രത്യേക ചെടിയുടെ ഇലകളാണ്. അത് വെച്ച് നമ്മൾ പണ്ട് കൊച്ചു പിള്ളേർ കളിക്കത്തില്ലേ, ഇപ്പനും ഉണ്ട്. നാട്ടിൻപുറത്ത് കൊച്ചു പിള്ളേര് രാജാവിന്റെ കിരീടം ഉണ്ടാക്കും, പ്ലാവിലയൊക്കെ വെച്ച്. ഇതേപോലെ കിരീടം. അതിന്റെ പ്രത്യേകത ഉണ്ട്. കിരീടം പിറ്റേ ദിവസം ആകുമ്പോൾ ചെയ്യും. അപ്പൊ അന്നും വലിയ ഒളിമ്പിക്സിൽ പോലെ സമ്മാനം കിട്ടുന്ന കിരീടങ്ങൾ വാടിപ്പോവും. പക്ഷെ നിനക്ക് കിട്ടുന്ന കിരീടം വാടോ നിത്യതയുടെ കിരീടം. ഹല്ലേലൂയ. അടുത്തത് ഉറക്കെ പറ, ജീവന്റെ കിരീടം. ദ ക്രൗൺ ഓഫ് ജീവന്റെ കിരീടം. അത് ഈ സ്നാനപ്പെട്ടവരെല്ലാം കേട്ടിട്ടുണ്ട്. ഈ സ്നാനപ്പെടാൻ പോകുന്ന മോളും കേൾക്കാൻ പോവുകയാണ്. സ്നാനപ്പെട്ട് വെള്ളത്തിന് പൊങ്ങി വരുമ്പോ ഒരു കർത്തൃദാസൻ തലയിൽ കൈവച്ച് പറയുന്നൊരു വാക്കുണ്ട്, മകനെ മകളെ മരണപര്യന്തം വിശ്വസ്തയായിരിക്കാം, എന്നാൽ നിനക്ക് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നത് ജീവന്റെ. അത് ആർക്കാന്നറിയാം? മരണപര്യന്തം പ്രതിസന്ധി വന്നപ്പോഴും വിശ്വസ്തയോടെ ദൈവത്തെ ആരാധിച്ചു ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന നിനക്ക് ഒരു ജീവകിരീടം ലഭിക്കുക. മനസ്സിലായോ? ഇവിടുത്തെ നന്മയും ഇവിടുത്തെ തലമുറയുടെ ഉയർച്ചയും ഇവിടുത്തെ എന്തെങ്കിലും നന്മ മാത്രമല്ല, അതെല്ലാം ദൈവം ചെയ്യട്ടെ. പക്ഷെ അതിനപ്പുറത്ത് ഒരു ജീവകിരീടം അത് കളയരുത്. ഹല്ലേലൂയ. അടുത്തതൊരു കിരീടമുണ്ട്, തേജസ്സിന്റെ കിരീടം. ദ ക്രൗൺ ഓഫ് ഗ്ലോറി. തേജസ്സിന്റെ കിരീടം. അത് കൂടുതൽ ആർക്കാന്നറിയാമോ? ഇടയശ്രേഷ്ഠം വെളിപ്പെടുമ്പോൾ ആട്ടിൻകൂട്ടത്തെ മേച്ച് ഇടയന്മാർ കർത്താവിന്റെ വേല ചെയ്യുന്ന, ഒരു വാക്കെങ്കിലും സുവിശേഷം പറഞ്ഞ് ആത്മാക്കളെ നേടാൻ നിൽക്കുന്ന, അല്ലെങ്കിൽ സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് ആകാം, പഠിപ്പിക്കുന്നവരാകാം, ദൈവനാമത്തിന് നിൽക്കുന്നവരാകാം, ദൈവവേലയ്ക്കകത്ത് ഭാഗവത്താകാം, ദൈവവേലയ്ക്കകത്ത് ദൈവനാമത്തിന് വേണ്ടി സുവിശേഷത്തിന് വേണ്ടി 10 ആത്മാക്കളെയെങ്കിലും നേടാൻ വേണ്ടി തന്നാനാവോളം എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് തനിക്ക് ചെയ്യാൻ പറ്റുന്നവരോട് അവരോട് പറയാ, നീ ക്രൗൺ ഓഫ് ഗ്ലോറി, നീ തേജസ്സിന്റെ കിരീടം പ്രാപിക്കും. ഇടയ ശ്രേഷ്ഠം പ്രത്യക്ഷപ്പെടുമ്പോൾ നിനക്കൊരു തേജസ്സിന്റെ കിരീടം ഉണ്ടാവും.
അതുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഒരു വാക്ക് പ്രാർത്ഥിക്കുമ്പോൾ, ദേശത്തിനോട് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഒരാത്മാക്കളെ കർത്താവിലേക്ക് നയിക്കുമ്പോൾ നിനക്കൊരു പ്രതിഫലം ദൈവം വച്ചിട്ടുണ്ട്. ഇതിനാണ് അഭിമാന പ്രശംസാ കിരീടം എന്ന് പറയും. തെസ്സലോനിക്കയിലും ഫിലിപ്പിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ നേടിയ ആത്മാക്കളനുസരിച്ച് ഒരു പ്രശംസയുടെ കിരീടം. ഞാൻ ഷോർട്ട് ചെയ്യാം. ഇത് പ്രാപിപ്പാനാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. വിശ്വസ്തയോടെ നിന്ന് നല്ല പോർ പൊരുത് നമുക്കൊരു കിരീടം പ്രാപിക്കാം. പക്ഷെ ഇന്ന് ഇപ്പോൾ നടക്കാൻ പോകുന്ന ഈ ശുശ്രൂഷയ്ക്കകത്ത് ഓട്ടോ ഓടിയിട്ട് തളർന്ന ചിലതുണ്ട്. ഏലിയാവ് തളർന്നിരുന്നു, പക്ഷെ ദൂതൻ ഇറങ്ങി ശക്തിപ്പെടുത്തിയിട്ട് ഹോരേബോൾ അവനെ ഓടിച്ചു. കാരണം ചിലരെ അഭിഷേകം ചെയ്യാനുണ്ട്, യേഹൂവിനെ അഭിഷേകം ചെയ്യാനുണ്ട്, ഏലിശായെ അഭിഷേകം ചെയ്യാനുണ്ട്. ഏലിയാവെ നീ ചൂരച്ചെടിക്കകത്ത് കീരി തീരാനുള്ളതല്ല, നീ ഓടിയാൽ അടുത്ത രാജാക്കന്മാർ, അടുത്ത പ്രവാചകന്മാർ അഭിഷേകത്തോടെ എഴുന്നേൽക്കാനുള്ളതാ. മാതാവേ, പിതാവേ, ചിലപ്പോ നിങ്ങളുടെ വീട്ടിൽ ഒത്തിരി പ്രശ്നം കാണും. നീ തളരരുത്. നീ ഓടി മുന്നേറിയാൽ അടുത്ത നിന്റെ തലമുറ അടുത്ത പദത്തിൽ എഴുന്നേൽക്കാനുള്ളതാണ്. നിനക്ക് കഴിവില്ലായിരിക്കും, പക്ഷെ തളരരുത്, ഓടിക്കൂ. മടുത്തും തളർന്നും ഇരിക്കുന്നവനെ ദൈവദൂതൻ ഇറങ്ങി തൊട്ടതുപോലെ ഇന്ന് ചിലരെ ദൈവം തൊടുകയാണ്. എല്ലാവരും കരമടിച്ച് ഇത് പ്രാപിക്കുന്ന അനേകൻ മാത്രമല്ലയോ. ആമേൻ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി മുന്നോട്ടോടി ഓട്ടം തുറയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി മുന്നോട്ടോടി ഓട്ടം തിരയ്ക്കാം. പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാം, മുന്നിലുള്ള ലാക്കിലേക്ക് നേരെ ഓടിടാം. പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാം, മുന്നിലുള്ള ലാക്കിലേക്ക് നേരെ ഓടി. ആമേൻ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ആമേൻ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഏതു നേരത്തും പിശാചിടർച്ച ചെയ്തിടും, ഭീതി വേണ്ട ദൂതരുണ്ടു കാത്തുകൊള്ളുവാൻ. ഏതു നേരത്തും പിശാചിടർച്ച ചെയ്തിടും, ഭീതി വേണ്ട ദൂതരുണ്ടു കാത്തുകൊള്ളുവാൻ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓ ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. കാടുമേട് കണ്ടു സംശയിച്ചു നിൽക്കാതെ ചാടിയോടി പോകുവാൻ ബലം ധരിച്ചു. കാടുമേട് കണ്ടു സംശയിച്ചു നിൽക്കാതെ ചാടിയോടി പോകുവാൻ ബലം ധരിച്ചിടാം. ഓ ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓട്ടുവാൻ അങ്ങുമിങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാ, ഭംഗമില്ലാതോടിയാ കിരീടം പ്രാപിക്കാം. അങ്ങുമിങ്ങും നോക്കിയാൽ നീ മുന്നിൽ പോയിടാ, ഭംഗമില്ലാതോടിയാൽ കിരീടം പ്രാപിക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓ ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ആദിഭക്തരോട്ടം ഓടി വിശ്രമിച്ചിടും, നാട്ടു ചേർന്ന് പാട്ടുപാടി ആനന്ദിച്ചിടാം. ആദിഭക്തരോട്ടം ഓടി വിശ്രമിച്ചിടും, നാട്ടു ചേർന്ന് പാട്ടുപാടി ആനന്ദിച്ചിടാം. ഓ ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ആമേൻ. ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം. ഓ ഭാരം പാപം തള്ളി ലക്ഷ്യം നോക്കി നേരെ മുന്നോട്ടോടി ഓട്ടം തികയ്ക്കാം.
മുന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാ മുന്നിലുള്ള ലാക്കിലേക്ക് നേരെ ഓടിടാ പിന്നിലുള്ളതൊക്കെയും മറന്നു പോയിടാ മുന്നിലുള്ള ലാക്കിലേക്ക് നേരെ ഓടിടാ